തിരൂർ കൂട്ടായി വാടിക്കലിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ആറാമനും അറസ്റ്റിൽ. ഇതോടെ കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. വാടിക്കൽ സ്വദേശി കുട്ടിയായിന്റെ പുരയ്ക്കൽ ഫവാസ് ആണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 3 സഹോദരങ്ങളുടെ മറ്റൊരു സഹോദരനാണ് ഫവാസ്. ഒരേ വീട്ടിലെ 4-ാമനാണ് കേസിൽ ജയിലിലാകുന്നത്. പുറത്തൂർ പണ്ടാഴി കാട്ടിലപ്പള്ളി സ്വദേശി തുഫൈലിനെ കൊലപ്പെടുത്തിയ കേസിലാണ് റെക്കോർഡ് വേഗത്തിൽ തിരൂർ പോലീസ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. മുഖ്യപ്രതി കൂട്ടായി വാടിക്കൽ സ്വദേശി കുട്ടിയായിന്റെ പുരയ്ക്കൽ ഫർഷാദ്, സഹോദരങ്ങളായ ഫാസിൽ, ഫഹദ്, ഇവരുടെ സുഹൃത്തുക്കളായ അഹമ്മദ് കടവത്ത്, അലമീൻ, പരീക്കുട്ടിന്റെ പുരയ്ക്കൽ സഫാൻ എന്നിവർ വെള്ളിയാഴ്ച റിമാൻഡിലായിരുന്നു. ഫവാസിന് വേണ്ടി വ്യാഴാഴ്ച രാത്രി മുതലേ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളാണ് അലമീനും സഫാനും. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു 26-കാരനായ തുഫൈൽ വാടിക്കലിൽ സഹോദരിയെ കണ്ട് മടങ്ങുന്നതിനിടെ കുത്തേറ്റ് മരിച്ചത്. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേസിലെ 4 പ്രതികളെയും പോലീസ് പിടികൂടിയിരുന്നു. 5-ാമനെ വെള്ളിയാഴ്ച രാവിലെയും പിടികൂടിയിരുന്നു. അടുത്ത 24 മണിക്കൂറിനകം 6-ാമനെയും ജയിലിലാക്കി അന്വേഷണ സംഘം പോലീസിന്റെ തൊപ്പിയിൽ പൊൻതൂവൽ ചാർത്തിയിരിക്കുകയാണ്. ഒരേ വീട്ടിലെ 4 പേർ കൊലക്കേസിൽ ജയിലിലാകുന്നു എന്നതാണ് കേസിലെ വലിയൊരു പ്രത്യേകത. 4 പേരും ജ്യേഷ്ഠാനുജന്മാരും പല കേസുകളിൽ പ്രതികളായവരുമാണ്. നാട്ടുകാർക്കും പോലീസിനും സ്ഥിരം തലവേദനയായിരുന്ന സഹോദര സംഘമാണ് കൊലക്കേസിൽ കുടുങ്ങി അകത്തായിരിക്കുന്നത്. കൊല്ലപ്പെട്ട തുഫൈൽ മത്സ്യത്തൊഴിലാളിയായിരുന്നു. വാടിക്കലിലെ സഹോദരിയുടെ വീട്ടിലെത്തി മടങ്ങുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ടാണ് തുഫൈലിനെ കുത്തേറ്റത്. നാട്ടുകാർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല.